അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഡീപ്പോർട്ടേഷൻ എന്ന സംഭവം നേരത്തെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ പല രാജ്യങ്ങളിലും. പക്ഷെ മാസീവായിട്ട് ആൾക്കാരെ പുറത്താക്കുക, ഇല്ലീഗൽ ഇമിഗ്രൻസ്, അതിന് തുടക്കം കുറിക്കുന്ന ഡൊണാൾഡ് ട്രംപ്. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക എന്താണ് ചെയ്യുന്നത് ലോകം നോക്കി നിൽക്കുക, അവരത് മറ്റുള്ള രാജ്യങ്ങൾ ഫോളോ ചെയ്യും. ഇതാണ് ലോകത്ത് സംഭവിക്കുന്നത്. എന്ത് ഇഷ്യൂ നിങ്ങൾ എടുത്തു നോക്കുക. അതായത് ഡൊണാൾഡ് ട്രംപാണ് തുടക്കം കുറിച്ച് ഡീപ്പോർട്ട് ചെയ്യുക. അതായത് അമേരിക്കയിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിന്, ക്രിമിനലായിട്ട് കിടക്കുന്നവരെ ഡീപ്പോർട്ട് ചെയ്യുക. അത് അമേരിക്കയ്ക്ക് വലിയ ലൈബിലിറ്റി ഉണ്ടാകുന്നു. തുടക്കം കുറിച്ചു, സ്റ്റാർട്ട് ചെയ്തു, വന്നു, അധികാരത്തിലേക്ക് ഫസ്റ്റ് ഡേ തന്നെ സംഭവം തുടങ്ങി. പുതിയ ഡെവലപ്മെൻറ്റ് കാണുക കാനഡയിൽ. അതായത് അടുത്ത പ്രധാനമന്ത്രിയായിട്ട് മാർച്ചിലാണ്, കാരണം ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു. പുതിയ പ്രധാനമന്ത്രിമാർ വരുന്നതിൽ അവർ കൊടുക്കുന്ന ആദ്യത്തെ ക്ലിപ്പ് എന്താ? അവരധികാരത്തിൽ കയറി കഴിഞ്ഞാൽ 2025 തന്നെ 5-6 പേരാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത്. ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന വീഡിയോയും ട്വീറ്റും എന്തുവാ? 2025 തന്നെ കാനഡയിൽ നിന്നും 5 ലക്ഷത്തിൽ പരം, 500,000 ഇലീഗൽ ഇമിഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യും. അടുത്ത സംഭവം അത് 2025 കാനഡയിൽ നിന്നും തന്നെ. പിന്നെ മറ്റൊരു നേതാവ്, ലിബറൽ പാർട്ടിയുടെ നേതാവ് എന്താ പറയുക? ലിബറൽ പാർട്ടിയാണ് പറയുന്നത്, റൈറ്റ് വിങ് അല്ല പറയുന്നത്. മറ്റൊരു നേതാവ് എന്താ പറയുന്നത്? അവിടെ വന്ന് താമസിക്കുന്ന പല ആൾക്കാർ ഇമിഗ്രൻ്റായിട്ട് അവരവിടെ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നിയമത്തിൽ ഭേദഗതി വരുത്തും, അവരെയും കൂടെ ഡീപ്പോർട്ട് ചെയ്യും. ഇതാണ് ഞാൻ ഈ പറയുന്നത് സംഭവം. നിങ്ങളെ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ കൈപ്പിടിയിലൊന്നുമല്ല സുഡാപ്പികളെ ഈ ലോകം. കാനഡ എന്ന് പറഞ്ഞ രാജ്യമായത് ചെയ്യുന്നത്. ജസ്റ്റിൻ ട്രൂഡോ ആണ് ആൾക്കാരെ കൊണ്ട്, അയാളുടെ പാർട്ടിക്കാർ പറയുക, അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരു വർഷം 2025 തന്നെ അവർ 5 ലക്ഷം പേരെ ഡീപ്പോർട്ട് ചെയ്യും, അവിടെ നിയമം കൊണ്ടുവരും. ഉറപ്പായിട്ട് ഇന്ത്യക്കാരെയും ബാധിക്കും, ഒത്തിരി ഇന്ത്യക്കാരെ ബാധിക്കും ഈ സംഭവം. എന്താണ് ബ്രിട്ടനിൽ നടക്കുന്ന സംഭവം അറിയോ? ബ്രിട്ടനിലെ ലേബർ പാർട്ടിയും അവിടുത്തെ കൺസർവേറ്റീവ് പാർട്ടിയും ഡിമാൻഡ് വെച്ചിരിക്കുകയാണ്. ഏകദേശം 8-9 ലക്ഷം പേരുണ്ട്, വലിയ ശതമാനം ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അതായത് നിയമം കൊണ്ടുവന്ന് ഇല്ലീഗൽ ആയിട്ട് നിൽക്കുന്നവരെ ഡീപ്പോർട്ട് ചെയ്യണം. ഞാനിത് ജോയിൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം അവർക്ക് മനസ്സിലായി അവർക്ക് ഇനി ഇതേപോലെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഗ്രൂവിങ് ഗ്യാങ്ങും അതും ഇതുമൊക്കെ വന്ന് ലണ്ടനിലെ UK പൊളിറ്റിക്സിനെ മുഴുവനും തിരിച്ചങ്ങ് മറിച്ചിട്ടു. ലേബർ പാർട്ടി MPസും അവരുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സും കൺസർവേറ്റീവ് പാർട്ടിയും UK റിഫോംസ് പാർട്ടിയും ഒന്നടങ്കം പറയുന്നു, അതായത് ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണെങ്കിലും അവിടെ താമസിക്കുന്നവരാണെങ്കിലും അവർ പ്രശ്നം ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ളവരെ തിരിച്ചയക്കണം. അതായത് ജയിലുകളെ കാലിയാക്കി ഇവരൊക്കെ തിരിച്ചയക്കുക. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആവുന്നതിന് പാകിസ്ഥാനീസ്, മറ്റുള്ള അറേബ്യൻ രാജ്യത്തു നിന്ന് വന്നവർ. അതായത് ഗോവി വരയ്ക്കേണ്ടി വരും. അതായത് ഈ പറയുന്ന ട്രംപ് പറയുന്ന സംഭവങ്ങൾ ഫോളോ ചെയ്യുകയാണ്. എന്നാൽ ജർമ്മനിയിലുണ്ടായത്, അതായത് ഈ ആലീസ് വീഡൽ ആ പാർട്ടി അവിടെ എമേർജ് ചെയ്യുകയാണ്, അവിടെ ജയിക്കുമെന്ന്. കാരണം പുതിയ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് എല്ലാം. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായത്? അഫ്ഗാൻ പയ്യൻ ആ പാർക്കിൽ കുട്ടികളെ കുത്തിക്കൊന്നു. കുട്ടികളെ വേറെ തടയാൻ വന്ന ഒരാളെ 3 പേര് ഇഞ്ചുവേർഡായി. ആദ്യത്തെ ഫ്ലൈറ്റ് പോയി, രണ്ടാമത്തെ ഫ്ലൈറ്റ് പോയി അഫ്ഗാനിസ്ഥാനിലോട്ട്. ഇല്ലീഗലായിട്ട് താമസിക്കുന്നവർ കോട്ടറിച്ച് അവരെ മുഴുവനും. എന്നിട്ട് എന്താ പറയുന്നത്? ഇപ്പോഴവിടുത്തെ ആലീസ് വീട്ടിൽ മാത്രമല്ല, അവിടെ ഭരിക്കുന്ന സെൻട്രിസ്റ്റായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി, സെൻട്രിസ്റ്റ് അല്ല, മറ്റേ ലിബറൽ പാർട്ടി സ്കോൾസ്, ഇവരെല്ലാം ഒന്നടങ്കം പറയാൻ തുടങ്ങും. അവരും നിയമം കൊണ്ടുവരും. ആലീസ് വീട്ടിലെല്ലാം ഒരുമിച്ച് നിയമം കൊണ്ടുവരും ഞങ്ങൾ. അതായത് അവിടെ താമസിക്കുന്ന സിറ്റിസൺഷിപ്പിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവരെയും പുറത്താക്കണം. അതാണ് പേസ് മാറിപ്പോകുന്നത്. അതാണ് ഇത് റിയാലിറ്റി. കാരണം ഒരു കാരണവശാലും തീവ്രവാദ സ്വഭാവമുള്ളവരെ വെച്ച് പുലർത്തില്ല. ഡെൻമാർക്ക് സെയിം തിങ് ഹാപ്പനിങ്. സ്വീഡൻ ഏറ്റവും ഡെമോക്രാറ്റിക് വാല്യൂസ് ഉള്ള രാജ്യമാണ്, അവരും പുറത്താക്കാൻ തീരുമാനിച്ചു. ഇല്ലീഗലും മറ്റുള്ളവരുള്ളവർ നിയമം കൊണ്ടുവരികയാണ്. എന്താണ് ഞാൻ ഇതിൽ ഓസ്ട്രേലിയയുടെ കാര്യം പറഞ്ഞു. ഓസ്ട്രേലിയയിൽ വളരെ ശക്തമായിട്ട് സംഭവങ്ങൾ പോവുകയാണ്. റൈറ്റ് വിങ് പാർട്ടിയെല്ലാം ലെഫ്റ്റും ലിബറലും എല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുകയാണ്, ഇവരെ പുറത്താക്കണം. അതായത് ലോകത്ത് ഇങ്ങനൊരു റഫ് കാൽക്കുലേഷൻ അനുസരിച്ച് ഇന്നലെ ഇറങ്ങിയ ഒരു റിസർച്ച് ടീമിൻ്റെ, ഇൻ്റർനാഷണൽ റിസർച്ചാണ് ഇമിഗ്രേഷനായിട്ട് ബന്ധപ്പെട്ട്, അവർ പറയുന്നത് 2025 ഏകദേശം 10 ലക്ഷത്തോളം പേരെ പുറത്താക്കും, പ്രത്യേകിച്ച് മുസ്ലിം കൺട്രികളിൽ നിന്ന് വന്നവരെ.
പക്ഷേ നമ്മൾ എടുത്ത് നോക്കുക, 2025 കാനഡ തന്നെ പറയുന്നത് 5 ലക്ഷം പേരെ പുറത്താക്കും. ജർമ്മനി തന്നെ പറയുന്നു 2020 അവർ 3 ലക്ഷം പേരെ പുറത്താക്കും. 2-3 രാജ്യങ്ങളെല്ലാം പറയുന്നു. അത് പറയുമ്പോൾ തന്നെ അത് 25 ലക്ഷത്തിന് മുകളിലോട്ട് പോവുക. അപ്പോൾ റഫ് കാൽക്കുലേഷൻ അനുസരിച്ച് ഇവർ ഈ പറയുന്ന സംഭവം നടത്തുവാണെങ്കിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ, യൂറോപ്യൻ കൺട്രീസ്, കാനഡ, അമേരിക്ക, മറ്റുള്ള പല രാജ്യങ്ങൾ, കൃത്യമായിട്ടങ്ങ് പറയാം, 1-2 അല്ല, ഏകദേശം 25 ലക്ഷത്തിന് മുകളിലുള്ള ഹിന്ദു മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവരെ പുറത്താക്കും. അവസാനം ചെന്ന് പെട്ടത് എവിടുന്ന തുടക്കം? ബേസിക്കലി ഇതിൻ്റെ തുടക്കം കുറിക്കുന്നത്, ഇത്രമാത്രം ചിന്തിക്കുന്നതിൻ്റെയും പ്രശ്നമുണ്ടാക്കിയത് ഈ പറയുന്ന ഹമാസാണ്. ഹമാസ് ഫാനുകൾക്കാണ് താങ്ക്സ് കൊടുക്കേണ്ടത്. അവിടെ നിന്നാണ് ഈ സംഭവം. കാരണം ഇവിടെ എല്ലാം തന്നെ ആൻറ്റി സെമറ്റിക്, അവരുടെ സെനഗോക്കൊക്കെ കത്തിക്കുകയും പ്രശ്നമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു. അതോടുകൂടിയാണ് ഗവൺമെൻറ് തീരുമാനിക്കുന്നത് ഇവരെ പുറത്താക്കിയാൽ മതിയാവും, അവരുടെ രാജ്യത്ത് ഇത് വെച്ച് പുറപ്പിക്കാൻ പാടില്ല. പിന്നെ ട്രംപ് വന്നു കഴിയുമ്പോൾ ഇത് മൂർച്ച കൂടി. ട്രംപ് ഡീപ്പോർട്ടേഷൻ പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയായി. ഇനി ഇന്ത്യ എന്താ ചെയ്യാൻ പോകും നിങ്ങൾ അറിഞ്ഞു കാണും. അതായത് ഏകദേശം 2-2.5 കോടിയോളം ബംഗ്ലാദേശ് ഇന്ത്യയിലുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പുതിയൊരു പ്ലാൻ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. ആസാമിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പുറത്താക്കി. അതായത് അതേപോലെ വെസ്റ്റ് ബംഗാളിൽ അവിടെ സെൻട്രൽ ഏജൻസി അവിടുത്തെ പോലീസ് റെയ്ഡ് നടത്തുവാണ്. അതായത് കള്ളത്തരത്തിൽ ആധാർ കാർഡ് അടിച്ചു കൊടുക്കുന്നവർക്ക്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അൺഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത് ഈ വർഷം 2025 10 ലക്ഷത്തോളം ബംഗ്ലാദേശികളെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കും. എന്താ കാര്യം? ഇന്ത്യയുടെ ലോ ആൻഡ് ഓർഡറിനെ ഇവർ ബാധിക്കുന്നു. ഈ വെസ്റ്റ് ബംഗാളിൽ മമതാ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയാം, അത് ആസാമിൽ കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്തു. ഈ കടന്നു വന്ന ഇല്ലീഗൽ ഇമിഗ്രൻസിന്, അതായത് ബംഗ്ലാദേശികൾക്ക്, അവരവിടെ റേഷൻ കാർഡും ഈ ആധാർ കാർഡും ഒക്കെ ഒപ്പിച്ചു കൊടുത്തു. കാരണം ഇവർ വോട്ട് ചെയ്യുന്നത് മമതയ്ക്കായിരിക്കും. അപ്പോൾ അത് ക്രാക്ക് ഡൗൺ ചെയ്യാനാണ് ഇതുപോലെ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നവരും ആധാർ കാർഡ് ഫേക്കും മറ്റുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഗ്രൂപ്പുണ്ട്, വലിയ മാഫിയ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട്. കാരണം ഞാൻ മുഷീറാബാദിലും സിലിഗുഡിയിലൊക്കെ 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആധാർ കാർഡ് ഉണ്ടാക്കി തരും. ചിലയിടത്തൊക്കെ 1000 രൂപയുള്ളൂ. അപ്പോൾ അതിന് ഏകദേശം പലയിടത്ത് റെയ്ഡ് നടക്കുകയാണ്, അവരെ ക്രാക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, നമ്മൾ ഈ ആധാർ കാർഡ് കൊടുക്കുമ്പോൾ ചെക്കിങ്ങിന് കൊടുക്കും, സ്കാനിങ് പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ സ്കാൻ ചെയ്യാൻ പോലീസ് സ്റ്റേഷനിൽ ഉള്ളിടത്തെല്ലാം സ്കാൻ ചെയ്യുക. കറക്റ്റായിട്ട് ഈ പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യുകയാണ് എത്ര പെർസെൻറ്റേജ് ബംഗ്ലാദേശികൾ ഇല്ലീഗലായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്നു. അവരുടെ കണക്കെടുത്തിട്ട് എല്ലാ വർഷവും 30 ലക്ഷം പേരെ വെച്ച് തിരിച്ചുവിടാൻ മോദി ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. ഇതാണ് സംഭവം. അപ്പം ഇത് ബേസിക്കലി CAA നടപ്പാക്കാൻ പോവുക. ഇവരെ അങ്ങ് പുറത്താക്കിയിട്ട് CAA അങ്ങ് നടപ്പാക്കുക. കാരണം വെസ്റ്റ് ബംഗാളിലാണ് CAAക്കെതിരെ ഏറ്റവും വലിയ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചു, ഇൻക്ലൂഡിങ് റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ ലൈനുകൾ മുഴുവനും അങ്ങ് നശിപ്പിച്ചു. കാരണം ഇതെല്ലാം ചെയ്തത് ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. കാരണം അവർ ഇല്ലീഗലായിട്ട് താമസിക്കുക. ആസാമിലുണ്ടായി. ഇതൊരു ഒരു നല്ല നടപടിയാണ് ഇന്ത്യ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യക്കാരൻ്റെ അവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോകുമ്പോൾ വെറുതെ ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ, അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെക്കും. അതല്ല, പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്ത് ഒറിജിനലാണോ അല്ലയോ മുഴുവൻ ഡീറ്റെയിൽസ് കൊടുക്കും. കൊടുത്തു കഴിയുമ്പം ശരിക്കുള്ളവർക്ക് മാത്രമേ റൂം കൊടുക്കുകയുള്ളൂ. ഇത് മുഴുവനും രണ്ടാമത്തെ രീതിയിൽ കബളിപ്പിച്ചുകൊണ്ട് ഈ ഡ്യൂപ്ലിക്കേറ്റ് കാർഡുമായിട്ട് കയറുക. ഇവർക്കൊക്കെ ഗവൺമെൻറ് റേഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും തമാശ. സബ്സിഡൈസ്ഡ് റേഷൻ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് പല സബ്സിഡി കിട്ടുന്നുണ്ട്. കാരണം കള്ളപ്പേരിൽ സ്ഥലമൊക്കെ മേടിച്ചിട്ട് ഇവർ സബ്സിഡി മേടിക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനത്തെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ലോകത്തുണ്ടായ ഈ മാറ്റം, അതായത് ഡീപ്പോർട്ട് ചെയ്യുക, അതാ വളരെ ആവശ്യമായിരുന്നു. കാരണം പല രീതിയിലും ഇത് ആർക്കും കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത രീതിയിലാണ് റാഡിക്കൽ ഇസ്ലാം വളരുന്നത്. അപ്പോൾ അതിന് ഉറപ്പായിട്ടും അത് പൂർണ്ണമായിട്ടും വിസിബിളാക്കി തന്നത് ഈ ഹമാസ് ഇസ്രായേലിലോട്ട് കയറിയപ്പോഴാണ്. ആ ഒരു പോക്ക് ലോകത്തിവരെ എക്സ്പോസ് ചെയ്തു. ഇതോടുകൂടി ലോകത്തിന് തന്നെ ഇവരെ വേണ്ടാതായി. ഇതിനകത്ത് അനുഭവിക്കുന്ന ആരാണെന്നറിയോ? ഈ ഒന്നും അറിയാത്ത സാധാരണക്കാരായ മുസ്ലിംസ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നറിയോ? നിങ്ങളും നിശബ്ദമായിട്ടിരുന്നു. ഇവരെ നിങ്ങൾ എതിർത്തില്ല. അതുകൊണ്ടാണ് അതിൻ്റെ അനുഭവം നിങ്ങൾക്കാണ് ഉണ്ടാകുന്നത്. അതായത് 9/11 ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത ടെററിസ്റ്റുകളല്ല, സാധാരണ മുസ്ലിം. കാരണം അവർ നിശബ്ദമായിപ്പോയി.
വീണ്ടും നിങ്ങൾ നിശബ്ദമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടൊരു കാര്യം പറയാം, ലോകത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി പൂർണ്ണമായിട്ട് ഒറ്റപ്പെടും. ഇതാണ് ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ ലോകത്തുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം.